രാഷ്ട്രപതിയുടെ പ്രസംഗം ശ്രദ്ധിക്കുകയായിരുന്നു. നാളെ ബജറ്റിനോടനുബന്ധിച്ച് ഗവൺമെൻറ് ഇതുവരെ നടപ്പിലാക്കിയ പദ്ധതികളെക്കുറിച്ച്, വരാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ച്, വികസിത ഇന്ത്യയെക്കുറിച്ചൊക്കെ ഘോരഘോരം അതിൽ എണ്ണി എഴുതിയിട്ടുണ്ട്. അതിൽ വഖഫിനെ കുറിച്ച് പറയുന്നുണ്ട്, വൺ നേഷൻ വൺ ഇലക്ഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ബജറ്റും വരുന്നൊരു ബജറ്റിന് ശേഷമുള്ള ഒരു ഇന്ത്യയെ ഈ ഒരു രാഷ്ട്രപതിയുടെ ഇപ്പോഴത്തെ പ്രസംഗത്തെ മുൻനിർത്തി നോക്കിക്കാണുകയാണെങ്കിൽ എന്തൊക്കെ വിലയിരുത്തലുകളുണ്ടാവും? ആ വിലയിരുത്തലാണ് സത്യം പറഞ്ഞാൽ സോണിയാഗാന്ധി നടത്തുന്നത്. പോർ തിങ് എന്ന് പറയുന്നത് സോണിയാഗാന്ധി നടത്തുന്നത് വളരെ കൃത്യമായിട്ടുള്ളൊരു വിശകലനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2047 രാജ്യം വികസിത ഭാരതമാകും എന്ന് ഈ പ്രസംഗത്തിൽ രാഷ്ട്രപതി പറയുന്നുണ്ട്. 2024 പ്രസംഗത്തിൽ ആ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് മാറി എന്നുള്ളതേ ഉള്ളൂ. 2024 പ്രസംഗത്തിൽ അത് പറഞ്ഞതാണ്. അതിനു മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല കാലങ്ങളിലായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് 2047 ആകുമ്പോഴത്തേക്കും ഇന്ത്യ വികസിത രാഷ്ട്രമാകും എന്നുള്ളത്. അത് ആവർത്തിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതിങ്ങനെ പറയുമ്പോൾ ഇതിനോട് ചേർത്ത് വയ്ക്കാവുന്ന എന്താ പറയുക, ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് നമ്മുടെ മുമ്പിലുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ആ ക്വസ്റ്റ്യനുള്ള ആൻസർ എക്കണോമിക് റിവ്യൂ തരുന്നുണ്ട്. അങ്ങനെ എക്കണോമിക് റിവ്യൂ പറയുന്ന അടുത്ത സാമ്പത്തിക വർഷവും 6.3 മുതൽ 6.8 വരെയുള്ള വളർച്ചാ നിരക്ക് ഇന്ത്യക്ക് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് എക്കണോമിക് റിവ്യൂ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എവിടുന്ന്? പോസ്റ്റ് കോവിഡിന് ശേഷമുള്ള ആദ്യത്തെ വർഷം ഏതാണ്ട് 9% അടുപ്പിച്ചുള്ള വളർച്ചാ നിരക്ക് കൈവരിച്ചൊരു രാജ്യത്തിന് പിന്നീടുള്ള വർഷങ്ങളിലൊക്കെ താഴേക്കാണ് യാത്ര എന്നാണ് എക്കണോമിക് റിവ്യൂ പറഞ്ഞു വയ്ക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അതിൻ്റെ കൂടെ രാഷ്ട്രപതി പറയുന്നത് നമ്മളിതാ എന്താ പറയുക 5 ട്രില്യൺ എക്കണോമി ആകാൻ പോവുകയാണ്. 2030 ആകുമ്പോഴത്തേക്കും നമ്മൾ 5 ട്രില്യൺ എക്കണോമി ആകാൻ പോവുകയാണ് എന്ന്. ഇത് കുറേ കാലമായിട്ട് നമ്മൾ കേട്ടോ. 2025 ആകുമ്പോഴത്തേക്കും 5 ട്രില്യൺ എക്കണോമി ആകാൻ പോവുകയാണ് എന്ന് പറയും. ഇത് കുറേ കാലമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അങ്ങനെ പല സംഗതികളുണ്ട്. ഈ 5 ട്രില്യൺ എക്കണോമി ആകണമെങ്കിൽ തന്നെ 2030 ആവണം. അത് ലോക സമ്പദ് വ്യവസ്ഥയിൽ അംഗീകരിക്കപ്പെട്ട ഏജൻസികൾ മുഴുവൻ പറയുന്നത് 2030 മാത്രമേ ആ ലക്ഷ്യത്തിലേക്ക് ഇന്ത്യക്ക് എത്താൻ കഴിയൂ എന്നാണ് പല ഏജൻസികളും പറയുന്നത്. അപ്പോൾ പോലും ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 6.7% ആവുള്ളൂ എന്നാണ് അവർ പറയുന്നത്. 2047 നമ്മൾ വികസിത രാജ്യമാകണമെങ്കിൽ കൺസിസ്റ്റൻ്റായിട്ട് ഒരു 8% വളർച്ചാ നിരക്കിൽ തുടരാൻ നമുക്ക് സാധിക്കണം. ഒരു ദശകമെങ്കിലും കൺസിസ്റ്റൻ്റായിട്ട് 8% അതിന് മുകളിലുള്ള വളർച്ചാ നിരക്ക് കൈവരിക്കാൻ നമുക്ക് സാധിക്കണം. അത് സാധിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്ന് പല ഏജൻസികളും പറയുന്നുണ്ട്. അതിന് കാരണം ഇന്ത്യയിലെ വലിയ പോപ്പുലേഷൻ ഗ്രോത്താണ്, അതിനെ കാറ്റർ ചെയ്യാൻ നമുക്ക് കഴിയാത്തതാണ്. ഇതൊക്കെ അവിടെ നിൽക്കുകയാണ്. പിന്നെ ആ പ്രസംഗത്തിൽ പറയുന്നത് എന്താ? തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് രാഷ്ട്രപതി അവകാശപ്പെടുന്നത്. രാഷ്ട്രപതിയല്ല, സർക്കാർ എഴുതി കൊടുത്ത രാഷ്ട്രപതി പ്രസംഗത്തിൽ അവകാശപ്പെടുന്നത്. നമ്മുടെ മുമ്പിലുള്ള കാഴ്ച എന്താ? 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ 5 വർഷം കൊണ്ട് 2 കോടി തൊഴിലവസരങ്ങൾ രാജ്യത്തുണ്ടാക്കും എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ഒരു തരത്തിലും ഇതുമായിട്ട് മാച്ച് ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം. അതുപോലെ പല സെഗ്മെൻറ്റിലും നിയമനങ്ങൾ നടത്താതിരിക്കുകയാണ് ഈ സർക്കാർ ചെയ്തത് എന്ന് നമുക്കറിയാം. അത് ഗവൺമെൻറ് സെക്ടറിൽ തന്നെ നിയമനങ്ങൾ നടത്താതിരിക്കുകയാണ് സർക്കാർ ചെയ്തത്. അപ്പോൾ വെച്ചാൽ ഇപ്പോൾ റെയിൽവേയിലൊക്കെ പലതരത്തിലുള്ള സമരങ്ങൾ നടന്നു. ഇവിടെ നിയമനം നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവുകളുടെ കണക്ക് അവർ പരസ്യമാക്കി. ആയിരക്കണക്കിന് 10,000 തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നതിൻ്റെ കണക്ക് അവർ പരസ്യമാക്കി. അപ്പോൾ 2014 2 കോടി തൊഴിലവസരം സൃഷ്ടിച്ചത് എവിടെ എന്നുള്ള ക്വസ്റ്റ്യൻ പിൽക്കാലത്ത് വലിയ തോതിൽ ഉയർന്നു. അതുമാത്രമല്ല, 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പ് 2013 രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 5.44% ഇപ്പോൾ ഉള്ള തൊഴിലില്ലായ്മ നിരക്ക് 7.8%. അപ്പോൾ ഈ കമ്പാരിസൺ അവിടെ നിൽക്കുമ്പോഴാണ് രാഷ്ട്രപതി വന്നിട്ട് തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കാൻ പോവാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് അവകാശപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുവർ തിങ് എന്നല്ലാതെ എന്താണ് സോണിയാഗാന്ധിക്ക് പറയാൻ പറ്റുക? അവർ അത്രയല്ലേ പറഞ്ഞുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. അതും വിടുക. പിന്നെ വലിയ സംഗതിയായിട്ട് പറയുന്നത് ഇവിടെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുമ്പോൾ ഉണ്ടായിക്കഴിഞ്ഞു. കണക്ടിവിറ്റി വലിയ തോതിൽ വർദ്ധിച്ചു. ശരിയാണ്, കണക്ടിവിറ്റി വർദ്ധിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് അവർ പറയുന്ന കന്യാകുമാരി മുതൽ ശ്രീനഗർ വരെയുള്ള ലിങ്കേജ് വളരെ ഗംഭീരമായി മാറിക്കഴിഞ്ഞു. ഏറ്റവും അവസാനത്തെ കണക്ടിവിറ്റിയായ ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള അങ്ങനെയല്ല അതിൻ്റെ അത് തീരാൻ ശ്രീനഗർ അത് തീർന്നു. അടുത്ത മാസം അത് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക? ഇതിപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നടന്നൊരു സംഗതിയാണ് എന്നല്ലേ നമ്മൾ വിചാരിക്കുക. അല്ലെങ്കിൽ 2014 ശേഷം നടന്നൊരു പരിപാടിയാണെന്നല്ലേ നമ്മൾ വിചാരിക്കുക.
ഇത് 2005-6 വർഷം മുതൽ തുടങ്ങിയ പ്രോജക്റ്റാണ്. ഈ പറയുന്ന ഉധംപൂർ, ബാരാമുള്ള, ശ്രീനഗർ എന്ന് പറയുന്ന റെയിൽവേ ലിങ്കേജിൻ്റെ പ്രോജക്റ്റ് തുടങ്ങുന്നത് 2005-2006 അതിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാകുന്നത് 2009 മറ്റോ ആണ്. 2009 ആദ്യഘട്ടം 118 കിലോമീറ്റർ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അന്ന് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദി ഉയർത്തിക്കാട്ടപ്പെട്ടിട്ട് പോലുമില്ല. അന്ന് ഒന്നാം UPA സർക്കാർ, രണ്ടാം UPA സർക്കാർ അധികാരത്തിൽ വരികയാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിൻ്റെ സെക്കൻഡ് ഫേസ് പൂർത്തിയാകുന്ന 2013 അതായത് ഫസ്റ്റ് ഫേസ് 2009 സെക്കൻഡ് ഫേസ് 2013 പൂർത്തിയായൊരു പ്രോജക്റ്റ് അതിൻ്റെ തേർഡ് ഫേസ് പൂർത്തിയാകാൻ 10 വർഷം വേണ്ടി വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 10 വർഷത്തിലധികം. അത്രയും ലാഗിയാണ് ഈ ഗവൺമെൻറ് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ നിർവഹണത്തിൻ്റെ കാര്യത്തിൽ. അതാണ് സത്യം പറഞ്ഞ രാഷ്ട്രപതി പറയുന്നത്. അത് ഇങ്ങനെ ഇതോ തീർന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 2004 മുതൽ 2014 വരെ UPA നയിച്ച സോണിയാഗാന്ധിക്ക് പുവർ തിങ് പറയേണ്ടി വരും. അത് ഡെഫിനറ്റാണ്, ഒരു സംശയം അക്കാര്യത്തിലില്ല. അത് രാഷ്ട്രപതി അപമാനിക്കലല്ല, അത് എഴുതി കൊടുത്ത ആളുകളോടാണ് പറയുന്നത്. നിങ്ങൾ എന്തൊരു കഷ്ടമാണ് നിങ്ങളുടെ കാര്യം. ഞങ്ങൾ 2005 ആരംഭിച്ച് 2009 ആദ്യഘട്ടം പൂർത്തിയാക്കിയ പ്രൊജക്റ്റ്, 2013 രണ്ടാം ഘട്ടം പൂർത്തിയാക്കിയൊരു പ്രൊജക്റ്റ്, പിന്നെ 11 കൊല്ലം എടുത്തു നിങ്ങൾക്ക് മൂന്നാം ഘട്ടം പൂർത്തിയാക്കേണ്ടി വരാൻ. എന്തൊരു കഷ്ടമാണിതെന്നല്ലാതെ എന്താണ് അവരോട് പറയുക? അപ്പം നമ്മളിങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക ഇതിപ്പോൾ ഡിസൈൻ ചെയ്ത് ഇപ്പോൾ പൂർത്തിയാക്കിയതാണെന്നാണ് നമ്മൾ വിചാരിക്കുക. അങ്ങനെയല്ല, ദീർഘകാലം മുമ്പ് തുടങ്ങിയ പ്രോജക്റ്റാണ്. ഇനി വേറൊരു കാര്യം എടുക്കുക. ഈ ഭക്ഷണം കഴിക്കാത്ത അല്ലെങ്കിൽ പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്ന കുട്ടികളുടെ എണ്ണം 2028 ആകുമ്പോഴത്തേക്കും 0 എന്നാണ് ഇവിടെ പ്രഖ്യാപിച്ചിരുന്നത്. പ്രഖ്യാപനം കഴിഞ്ഞിട്ട് കുറേ കാലമായി, 2022 കഴിഞ്ഞിട്ട് കുറേ കാലമായി. ലേറ്റസ്റ്റ് റിപ്പോർട്ട് വരുമ്പോൾ കൃത്യമായി പോഷകാഹാരം കഴിക്കാൻ കഴിയാത്ത കുട്ടികളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ഏതാണ്ട് 1-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. നമ്മൾ വളരെ മോശം രാജ്യങ്ങളാണെന്ന് പറയുന്ന പല രാജ്യങ്ങളും ഇന്ത്യയേക്കാൾ ഭേദമാണ്. അപ്പോൾ ആ അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെയുള്ളൊരു രാജ്യത്ത് നിന്നുകൊണ്ട് ഇതാ എല്ലാം മനോഹരമായി എന്ന് എഴുതി കൊടുത്തൊരു പ്രസംഗം വായിക്കുമ്പോൾ പുവർ തിങ് എന്നല്ലാതെ എന്താ നമ്മൾ പറയുക? അതാണ് സോണിയാഗാന്ധി പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്റ്റ് ഉണ്ട്, പൊളിറ്റിക്കൽ ആസ്പെക്റ്റ് ഉണ്ട്. അതുകൊണ്ട് ആ വിമർശനത്തെ ശരിയാവണ്ണം രാജ്യത്തിന് പറഞ്ഞു കൊടുക്കാൻ കോൺഗ്രസും രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാകുക എന്നുള്ളതാണ് ശരിക്കും ചെയ്യേണ്ട കാര്യം.